തിരിക്കേണ്ട തിരിഞ്ഞു വെക്കുന്നതല്ല ഈ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടാണ്. കാരണം ഇന്നും അതിന്റെ ഒരു അലവലികൾ മാറിയിട്ടില്ല. നിങ്ങളൊരു പോസ്റ്റ് ഇടുമ്പോൾ പോലും അതിന്റെ താഴെ പോലും അത് പ്രതിഫലിക്കാം. അപ്പൊ ഈ ഒരു മാറ്റം അല്ലെങ്കിൽ എന്താണ്? സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. നമുക്ക് ജീവിതം എപ്പോഴും സന്തോഷങ്ങൾ മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. ദുഃഖകരമായിട്ടും നമുക്ക് പ്രതിസന്ധികൾ നേരിടുന്നതും ഒക്കെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടെ ഒക്കെ നമ്മളും കടന്നു വരേണ്ടി വരും. സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരുപാട് ഇൻസിഡൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ചിലപ്പോൾ ഭാവിയിൽ ഇനിയും, അതായത് അത്തരം പ്രതിസന്ധികളും ദുഃഖങ്ങളും ഒക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. അതിനെ ആ ഒരു രീതിയിലേ കാണുന്നുള്ളൂ. പിന്നെ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെ തന്നെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്നും കുറേ കൂടെ സർവൈവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നമ്മൾ കുറേ കൂടെ റീഫോംഡ് ആവും, നമ്മൾ കുറേ കൂടെ പവർഫുൾ ആവും, നമ്മൾ കുറേ കൂടെ സ്ട്രെങ്തൻഡ് ആവും, നമുക്ക് കുറേ കൂടെ ഇതിനെയൊക്കെ നേരിടാനുള്ളൊരു ശക്തി ഉണ്ടാവും. അത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ലാതെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തോന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വളരെ വീണ്ടും നമ്മൾ ഒരിക്കലും പാസ്റ്റിൽ നിൽക്കുന്നില്ലല്ലോ. നമ്മൾ ഒരിക്കലും പാസ്റ്റിലേക്ക് പോകാൻ അത് നമ്മുടെ പ്രസന്റ് ഇന്ന് എങ്ങനെ ജീവിക്കുന്നു, നാളത്തെ ഫ്യൂച്ചർ എങ്ങനെ നമ്മൾ സെക്യൂർ ആക്കുന്നു, നമ്മുടെ ഫ്യൂച്ചറിനെ ഏറ്റവും ബെസ്റ്റ് ആക്കി എടുക്കാൻ നോക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ഓക്കെ. പക്ഷെ എങ്കിലും ഈ ഒരിക്കലും ഒരു സൈബർ അറ്റാക്ക് എന്നുള്ളത് ഒരു ഭയങ്കരമായിട്ട് നേരിട്ട രണ്ടുപേരാണ് നിങ്ങൾ. അത് ഒരു ഷോർട്ട് ടൈം അല്ല, നോർമലി ഷോർട്ട് ടൈം ഒക്കെ ആയിരിക്കും ഒരു, അല്ലെങ്കിൽ എല്ലാ കാലവും ഉണ്ട്. അതൊരു സൈബർ അറ്റാക്ക് എന്നുള്ള ക്രൈം പോലുമാണ് ഇന്ന്. അപ്പം അതിനെല്ലാം എനിക്ക് ഒരുപാട് ഘട്ടങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഇന്നും നേരിടും, നല്ല ഫേസ് ചെയ്യുന്ന ഒരു സംഭവമില്ല. നിങ്ങളൊരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുമ്പോൾ, നമ്മുടേതായ ഒരു സ്പേസിൽ ഇടുമ്പോൾ പോലും അതിനുള്ള അതിന് താഴെ വരുന്ന കമൻസ് അല്ലെങ്കിൽ അതിനുണ്ടാവുന്ന ആഫ്റ്റർ എഫക്റ്റ് ഒരു സൈബർ അറ്റാക്ക് അല്ലേ? നമ്മൾ സൈബർ അറ്റാക്കിലേക്ക് വരുമ്പോൾ നമ്മളുടെ സ്പേസിൽ നമ്മൾ ആരെ കൺസിഡർ ചെയ്യുന്നു എന്നതാണ് ഫസ്റ്റ് തിങ്. ലൈക്ക് ഇപ്പം നമുക്ക് എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഒരു മിററാണ്, സൊസൈറ്റിയുടെ ഒരു മിററായിട്ട് നമ്മൾ അവിടെ കാണാം. അവിടെയും സാമൂഹികമായ കൂടിച്ചേരലുകൾ, സൗഹൃദങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത്. ഇപ്പം നമ്മളുടെ സ്പേസിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ജംഗ്ഷനിൽ ഇറങ്ങി ചെല്ലുമ്പോൾ, നാട്ടിലെ ജംഗ്ഷനിൽ നിന്ന് സ്ത്രീകളൊക്കെ പോകുമ്പോൾ തെറിയൊക്കെ പറയുന്നത്, സ്ത്രീകൾ പോകുമ്പോൾ തുണി ഉയർത്തി കാണിക്കുന്ന ഒരാളുമായിട്ട് ലിജിൻ ഒരു പക്ഷേ സൗഹൃദം കീപ്പ് ചെയ്യില്ല. സോ ഈ ഷുഡ് ബി പേഴ്സൺ ഒരു സേഫ് ഡിസ്റ്റൻസിൽ കീപ്പ് അവേ ചെയ്യേണ്ടതാണ്. നാട്ടിലെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. സോ അത്തരത്തിൽ അത് നമ്മളെല്ലാവരും ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ, നമ്മൾ മറ്റേ നാട്ടിലെ പഴയ പ്രയോഗങ്ങളൊക്കെ അല്ലേ, ചെത്തിയ വെട്ടും മുറ്റത്ത് കയറ്റം കൊള്ളാത്തവൻ എന്നൊക്കെ പറയുന്നത് നമ്മളിവനെ ഒഴിവാക്കും. സാമൂഹിക ബോധത്തിൽ ഇവനെ വിളിക്കാൻ പറ്റാത്ത സ്ഥലമുണ്ട്. അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിലും നമ്മൾ റീഫോം ചെയ്തെടുത്തിട്ടുള്ള ഒരു സർക്കിളുണ്ട്. ഇപ്പോൾ എൻ്റെ പരിചയത്തിലോ, ഇപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ സൗഹൃദ വലയത്തിലോ എൻ്റെ പരിചയത്തിലോ, ഞങ്ങൾ രണ്ടുപേരുടെയും പരിചയത്തിലോ ഒന്നും സ്ത്രീകളുടെ സോഷ്യൽ മീഡിയയിൽ പോയി, ഇപ്പം നമ്മളെ അല്ല, ഒരു സ്ത്രീകളുടെയും സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ പോയിട്ട് എന്തെങ്കിലും അനാവശ്യം എഴുതി വെക്കുന്ന ഒരാളില്ല. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളവരുണ്ടായിരുന്നിരിക്കും. ആ ഉണ്ടായിരുന്നവർ ഒന്നുകിൽ അവർ ഇതൊക്കെ തിരിച്ചറിഞ്ഞിതാണെന്നുള്ളത് സ്വയം തിരുത്തിയിട്ടുണ്ടാവും, അല്ലെ അങ്ങനെയുള്ളവർ സ്വാഭാവികമായിട്ടും നമ്മളുടെ സൗഹൃദ വലയത്തിൽ നിന്നും പരിചയ വലയത്തിൽ നിന്നും വെളിയിലേക്ക് പോയിട്ടുണ്ടാവും. ഇത് നമ്മൾ അത്രയും ഫിൽട്ടർ ചെയ്ത് റീഫോം ചെയ്തിട്ടാണ് നമ്മളുടെ ഒരു സ്പേസ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു സാമൂഹിക ബന്ധങ്ങൾ, നമ്മളുടെ സൗഹൃദങ്ങൾ, ഇതിനെല്ലാം രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കൊരാളെ അറിയില്ല. ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറയാം, എനിക്ക് പരിചയമുള്ള, ഞാൻ ഈ നാട്ടിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും വളരെ അടിസ്ഥാനപരമായിട്ടുള്ള മനുഷ്യരുമായിട്ട് ഇടപെട്ട് ജീവിക്കുന്നൊരു മനുഷ്യരാണ് ഞാൻ രണ്ടുപേരും. നമുക്ക് പരിചയമുള്ള ഒരാളുമില്ല ഇത്തരത്തിൽ ഇടപെടുന്നവർ. ഈ ഇടപെടുന്നവർ അതൊരു പാരലൽ വേൾഡാണ്. ഈ ഇടപെടുന്നവർ നമുക്ക് പരിചയമായിട്ടുള്ളതല്ല. ഇതുകൊണ്ട് തന്നെ ഇത് നമ്മളെ ബാധിക്കുന്ന സാധനമേ അല്ല. അതൊരു പാരലൽ വേൾഡിൽ ഇതിങ്ങനെ നടക്കും. ഇത് നടക്കുന്നതിന് ഇതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട, നമ്മളിതിനെ പരിഗണിച്ചിട്ടില്ല. ഇതിനെ നമ്മൾ ഇയാളെയൊക്കെ ഒരാളായിട്ട് ആര് പരിഗണിക്കുന്നു എന്ന് പറയുന്ന പോലെ ഇത്തരത്തിൽ വന്ന് കമന്റ് ഇടുന്നവരെ മനുഷ്യരെയൊക്കെ ആര് പരിഗണിക്കുന്നു എന്നുള്ളതാണ്. എനിക്കൊന്നൊരു അതൊരു ജെൻഡർ പറയാൻ അല്ലെങ്കിൽ പോലും ഇത് കുറച്ചൊരു ഇമോഷണലി കണക്ട് ചെയ്യുന്ന കുറച്ചൊരു സ്ത്രീകളെയാണ് അല്ലേ? ഒരു കമന്റ് പോലും ചിലപ്പോൾ പെട്ടെന്ന് ഒന്ന് ഹേർട്ട് ചെയ്യുന്ന, നമുക്ക് ചിലപ്പോൾ ആണെന്നുണ്ടെങ്കിൽ പൊടാവില്ലേ ആ ഒരു നമ്മൾ വിടും. പക്ഷെ കുറച്ചുകൂടെ ഇത് നമ്മൾ ഹേർട്ട് ചെയ്യുന്നത് സ്ത്രീകളായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഇമോഷൻസിൽ എവിടെയെങ്കിലും ഒക്കെ ഡിസ്റ്റർബ് ആവത്തില്ലേ? ഡിസ്റ്റർബ് ആകുന്നൊരു സമയം ഉണ്ട്. ഏത് കാര്യത്തിനും നമുക്ക് ഡിസ്റ്റർബ് ആകുന്നൊരു സമയമുണ്ട്. എനിക്ക് തോന്നുന്നത് ഞാൻ ആ ഒരു സമയമൊക്കെ കഴിഞ്ഞ് പോകുന്നു. കാരണം ഇതൊരു സ്ഥിരം നമുക്ക് കാണുന്ന ഒരു
ഒരു കമൻ്റ് ആയാലും എൻ്റെ ഇതിലെന്ന് വെച്ചാൽ ഞാനൊരു പോസ്റ്റ് ഇട്ട് വരുന്നതിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ സർക്കിളിൽ നിൽക്കുന്ന അങ്ങനെ ഒരു വരില്ല, പുറത്തുനിന്ന് വരുന്ന വേറൊരു കമൻറ്റ് ഞാൻ സ്പോട്ടിൽ ഞാൻ ബ്ലോക്കിൽ കളയും. കാരണം അങ്ങനെ ഒരു ആളെയോ ഒരു ഫോളോവറിനെ ഞാൻ എൻ്റെ കണ്ണിൽ കണ്ട് ഞാൻ ആ ഒരു എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എവിടെയും ഞാൻ നിർത്തില്ല, ഞാൻ ആ സ്പോട്ടിൽ ബ്ലോക്കിൽ കളയും. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ഈ ഫിൽറ്റർ ചെയ്ത് വരുമ്പം അധികം കാണില്ല. പിന്നെ രശ്മിയുടെ സോഷ്യൽ മീഡിയ നോക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും സോഷ്യൽ മീഡിയയിൽ ആരും അങ്ങനെ കമന്റ് ചെയ്യാറില്ല. പുറത്ത് വേറൊരാൾ ഫോർ എക്സാമ്പിൾ ഒരു വാർത്ത വന്നാൽ ഇതിനടിയിലുണ്ട്. ഇപ്പോൾ രശ്മി ഒരു പോസ്റ്റ് ഇട്ടതിനെ കുറിച്ച് ഒരു ക്ലിക്ക് ബൈറ്റ് വാർത്ത വരുന്നു, അതൊരു ന്യൂസ് പോർട്ടലിലെ ന്യൂസായി പബ്ലിഷ് ചെയ്യുന്നു, ഇതിനടിയിലുണ്ടാവും. ആ പോസ്റ്റിലേക്ക് ഒരാൾ വന്ന് കമന്റ് ചെയ്യില്ല. ഇതൊരു സമയം പീരീഡ് ഉണ്ട് നമുക്ക്. ഈ പോസ്റ്റിൽ ഒരു വട്ടം കമന്റ് ചെയ്യാം, സെക്കൻഡ് ടൈം നിങ്ങൾ പോസ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ വേറെ നിങ്ങളൊരു ഫേക്ക് അക്കൗണ്ടോ നിങ്ങൾ വേറെ അക്കൗണ്ടോ എടുക്കേണ്ടി വരും. എന്റെ അക്കൗണ്ടിൽ കാണാൻ പറ്റില്ല. മറ്റേ ക്യാരംസിന്റെ സ്ട്രൈക്കർ അടിച്ചു കളയുന്ന എന്റെ സർക്കിൾ എന്റെ സ്പേസിൽ നിന്നും കളയും. അത് നമ്മളെ ബാധിക്കുന്ന സാധനം. അതിന് ആരാണെങ്കിലും പിന്നെ ഇതൊരു തരത്തിലൊരു ഫ്രസ്ട്രേഷൻ ആണ്. ഇപ്പൊ നമ്മള് പണ്ടൊക്കെ ഈ പറഞ്ഞ അടുത്ത വീട്ടിലെ ചേച്ചിട്ട് ഫോൺ നമ്പർ കൊണ്ടുപോയിട്ട് ട്രെയിനിന്റെ ബാത്റൂമിലൊക്കെ ഇതിലൊക്കെ എഴുതി വെക്കുന്ന ആൾ, ഇതൊരു തരം ഫ്രസ്ട്രേഷൻ കൊണ്ടാണ്. കുറേ കാര്യങ്ങൾ കൊണ്ട് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. ഒന്ന് ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് മനസ്സിൽ വളരെ, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കുടുംബമൊക്കെ തകർന്ന് വളരെ ബുദ്ധിമുട്ടിൽ കഴിയുന്ന മനുഷ്യർക്ക് വളരെ കുടുംബമായിട്ട് സന്തോഷമായിട്ട് കഴിയുന്ന ആളുകളെ കാണുമ്പോൾ ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ടാകും. ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ എത്തിപ്പെടണം എന്ന് കരുതിയ സ്ഥലത്ത് ഞാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത രണ്ടുപേരെത്തിപ്പെടുന്നു അല്ലെങ്കിൽ ഒരാൾ എത്തിപ്പെടുന്നു എന്ന് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. ഇത്തരം പലതരം ഫ്രസ്ട്രേഷനുകളാണ്. ഈ ഫ്രസ്ട്രേഷൻ സൈബറിലെത്തുമ്പോൾ ഒരു സേഫ് പ്ലേസ് കിട്ടുന്നുണ്ട് ഇതിനെ ഇറക്കി വെക്കാൻ. ഒരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയാൽ നമുക്ക് പോയിട്ട് ആരുടെയും, ഇപ്പം നമുക്ക് നാട്ടിലിറങ്ങി ഒരു സ്ത്രീയെ തെറി പറയാൻ പറ്റത്തില്ല, അടി കിട്ടും. രണ്ടാമത്തെ അല്ലെന്നുണ്ടെങ്കിൽ നാട്ടിലെ ബസ് സ്റ്റാൻഡിൽ ചെന്ന് നിന്ന് രണ്ട് സ്ത്രീകൾ വരുമ്പം അനാവശ്യം വിളിച്ചു പറയാൻ പറ്റത്തില്ല. ഇത് വിളിച്ച് അല്ല ഡബിൾ മീനിങ്ങിൽ രണ്ട് വർത്താനം പറയാൻ പറ്റത്തില്ല. ഒരു ദിവസം പറയാം, രണ്ടാമത്തെ ദിവസം അവിടെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് കൈകാര്യം ചെയ്യപ്പെടും. അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ പോലീസുകാർ ഒന്ന് തൂക്കിയെടുത്ത് വണ്ടിയുടെ ബാക്കിൽ ഇട്ടുകൊണ്ട് പോകും. ഇതില്ലാതെ ഇത്തരം മനുഷ്യർക്ക് ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇടപെടാൻ കഴിയുന്നൊരു സേഫ് പ്ലേസ് ഉണ്ട് അവിടെ. അവർക്കൊരു വീടിൻ്റെ ഉള്ളിൽ മറ്റേ 4 ചുവരിൻ്റെ ഉള്ളിൽ ഇരുന്ന് ആരാണെന്നൊന്നും അറിയാതെ ഐഡന്റിറ്റിയൊക്കെ മറച്ചു വെച്ച് ഇത് അവരുടെ ഒരു ബേസിക് ഫ്രസ്ട്രേഷൻ. അതിനൊരു സാമൂഹ്യപരമായ കാരണമല്ല. അത് ബേസിക്കലി നമ്മളതിനെ ട്രീറ്റ് ചെയ്യുന്നത് എപ്പോഴും പൊളിറ്റിക്കലും സോഷ്യലും ആയിട്ടാണ്. ഇതൊരു വളരെ പേഴ്സണലായിട്ടുള്ള ഒരു വ്യക്തിയുടെ പെർസ്പെക്റ്റീവിൻ്റെ പ്രശ്നമാണ്. ഇത് നമ്മുടെ നാട്ടിൽ മാത്രമുള്ള എന്നല്ല, സൈബർ ബുള്ളിങ് എല്ലാ സിവിലൈസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റികളിലും സൈബർ ബുള്ളിങ് ഉണ്ട്. ഇത് പലതരത്തിലുള്ള വ്യക്തികളുടെ ഫ്രസ്ട്രേഷൻ ഇവർ ഈ സമൂഹത്തിൽ ഡയറക്റ്റ് തീർക്കാൻ കഴിയാതിരുന്നതിനെ ഇവിടെ കൊണ്ട് ഇറക്കി വെക്കുകയാണ്. അപ്പോൾ ഇവരെ അവഗണിക്കുക, ഇവരെ നമ്മൾ അറ്റൻഷൻ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. കാരണം ഇപ്പം ഞാൻ പറഞ്ഞില്ല, ആദ്യമൊക്കെ ഇപ്പം ഫസ്റ്റിലൊക്കെ നമുക്കൊരു സാധനം വരുമ്പോൾ നമുക്കുണ്ടാവുന്ന വിഷമം, പിന്നീട് അങ്ങോട്ട് ഇത് സ്ഥിരമായി ഇങ്ങനത്തെ മനുഷ്യരാണ് ഇതിൽ അവരിങ്ങനത്തെ ഫ്രസ്ട്രേഷൻ തീർക്കാനോ മറ്റു കാര്യങ്ങൾക്ക് വരുന്നത്. അപ്പം അവരെ നമ്മുടെ സ്പേസിൽ നിന്നും ഒഴിവാക്കി കളയോ. വിജയിച്ച മനുഷ്യർ പൊതുവിൽ പണിക്ക് പോകാറുണ്ട്. അതെ, ഇതൊരു വളരെ റിയൽ ആയിട്ടുള്ള സമയമാണ്. അവനവൻ്റെ കാര്യം, അവനവൻ്റെ ജോലി തിരക്കുകൾ, അവനവൻ്റെ കുടുംബം, ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരാൾ, അയാൾക്ക് മറ്റെന്തെങ്കിലും പ്രശ്നമില്ല, വളരെ സക്സസ്ഫുൾ ആയിട്ട് കടന്നു പോകാന്നുണ്ടെങ്കിൽ അയാൾക്കൊന്നും ഇതിനൊന്നും സമയം ഉണ്ടാവില്ല. അയാളുടെ സന്തോഷങ്ങളും പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഒക്കെ തീർക്കാനും അയാൾക്കുള്ള പൊളിറ്റിക്കൽ ആക്ടിവിറ്റികളിൽ ഇടപെടാനും. ഞാൻ പറഞ്ഞ പൊളിറ്റിക്കലായിട്ടുള്ള സൈബർ അറ്റാക്ക് അല്ല, രാഷ്ട്രീയ വിരോധം കൊണ്ടോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഗ്രൂപ്പ് ഗോത്രീയമായിട്ടുള്ള വിരോധങ്ങൾ കൊണ്ട് സാമുദായികമാകാം, ജാതീയമാകാം, വർഗീയമാകാം, രാഷ്ട്രീയമാവാം, അതായത് ദേശപരമാവാം. ഇത് ഏതെങ്കിലും സംഭവം കൊണ്ട് ഒരു ഗ്രൂപ്പ് ഫോം ആവുകയും ആ ഗ്രൂപ്പ് ഒരാളെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു മെത്തേഡല്ല ഞാൻ പറയുന്നത്. അതല്ലാതെ ഒരാളുടെ അടുത്ത് പോയിട്ട് ഇയാളോട് എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നം ഉണ്ടാവത്തില്ല. ഇപ്പം നമ്മളൊരു നടിയെക്കുറിച്ചൊക്കെ ഒരു വാർത്ത ഒരു എന്റർടൈൻമെന്റ് പോർട്ടലിൽ വന്നാൽ ഇതിന്റെ താഴെ വരുന്ന കമന്റുകൾ വായിച്ചാൽ ഇത് ഇവർക്ക് യാതൊരു പ്രശ്നവും ഇവരോട് ഉണ്ടാവില്ല. നിങ്ങളുടെ എന്തെങ്കിലും ഇവരോട് വ്യക്തിപരമായിട്ട് വല്ല പ്രശ്നമുണ്ടോ? ഇല്ല. ഇവരുടെ പൊളിറ്റിക്കലായിട്ട് ഇവർ നിങ്ങൾക്ക് വിയോജിച്ചെന്ന എന്തെങ്കിലും സാധനം ഇല്ല, ഒന്നുമില്ല. ഇതൊരു മനസ്സുഖം എന്നുള്ള ഇത് ഭയങ്കര പേഴ്സണലാണ് ഈ സാധനം. അത് അവരവർ സ്വയം ട്രീറ്റ് ചെയ്ത് മാറ്റേണ്ട ഒരു സാധനമാണ്. നമുക്കതിലൊന്നും ചെയ്യാനില്ല. ഈ മനുഷ്യരെ പരിഗണിക്കാതിരിക്കുക എന്നുള്ളതാണ്, ഇവരെ അകറ്റി നിർത്തുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പം സ്മിച്ചറെ പ്രൊഫൈൽ എടുത്തു നോക്കുക. ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഫെമിനിസ്റ്റ്, ആക്ടിവിസ്റ്റ് എന്നൊക്കെ ആണെങ്കിലും ഇപ്പം ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ വാർത്താ സംഭവം നൽകുന്ന ഒരു അഡൾട്ട് മോഡൽ എന്നൊരു അല്ലെങ്കിൽ ഒരു ലേബലാണ് ചേച്ചിയുള്ളത്. പക്ഷെ ഒരേ സമയം എനിക്ക് തോന്നുന്നു നമ്മൾ വിദേശ താരങ്ങളെ ഭയങ്കരമായിട്ട് അഡൾട്ട് മോഡൽ എന്നുള്ളൊരു അങ്ങനെ പോലും ഒരു കാറ്റഗറി പറയാതെ പ്രകീർത്തിക്കുകയും, എന്നാൽ അതേസമയം ചേച്ചിയുടെ ഒരു വാർത്ത വരുമ്പോഴത്തേക്ക് അതിന് നേരെ ഓപ്പോസിറ്റ് ആയ ഒരു മനോഗതി അല്ലെങ്കിൽ ഒരു ചിന്താഗതി പടരുന്നുണ്ട്, അല്ല ആൾക്കാർ സമീപനമുണ്ട്.
അപ്പോൾ അതിനോട് എന്താണ് സമയം തോന്നുന്നത്, ചേച്ചിയുടെ ഒരു പ്രതികരണം? നമ്മുടെ നാട്ടിൽ അങ്ങനെ അത് വന്നു കഴിഞ്ഞാൽ ആരെയും അങ്ങനെ തന്നെയാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. അത് മേ ബി അത്രയും ഇവിടെ അങ്ങനൊരു ജോലി അല്ലെങ്കിൽ അത്രയും എക്സ്പോസ്ഡ് കുറച്ചായിട്ടുള്ള ഒരു ജോലി നമ്മൾ ചെയ്യുന്നവർ അധികം വളരെ കുറവാണ്. പിന്നെ ഇപ്പം ഒരുപാട് പേര് കുറേ പേര് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവർ ചെയ്തു കഴിഞ്ഞാൽ അതിനെ നല്ല രീതിയിലും സ്കിൻ എക്സ്പോസ് ചെയ്യുന്നതിനെ ഇപ്പോഴും ഒരു ടാബുമായിട്ട് കാണുന്നു, നമ്മുടെ സമൂഹം കാണുന്നതിന്റെ ഒരു പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആരെങ്കിലും അതിപ്പോ നമ്മളെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ തന്നെ ആരെങ്കിലും ചെറിയ ഇറക്കം കുറഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ. സ്ലീവ്ലെസ് ഇട്ടാലും ഇറക്കം കുറഞ്ഞ അതേ പ്രശ്നം തന്നെയാണ്. ഒരു കണ്ടിന്യൂസ് എക്സ്ട്രീം എൻഡ് ആണ് മറ്റേത്. അതിനകത്ത് അതും എഗെയിൻ അതും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു, അതായത് ഒരു ആപ്ലിക്കേഷൻ ഫോം ആപ്പ് ഉണ്ടല്ലോ നിങ്ങളുടെ ഒരു അതായത് ഒരു ഇപ്പം ചേച്ചി സംബന്ധിക്കുകയാണെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് വരുന്നതായാലും ഒരു ആലെ ഫോട്ടോസ് വരുന്ന ആപ്പ് മുഖേനയാണ്. അപ്പം അതിന് മുമ്പേ എനിക്ക് തോന്നുന്നു ഫോറിൻ പ്ലാറ്റ്ഫോമിൽ ചെയ്തിട്ടുണ്ട്, അതെപ്പോഴും ഉണ്ട് അല്ലേ? അതിന്റെ പേര് ഓൺലി ഫാൻസ് പോലുള്ള ഓൺലി ഫാൻസ്, പാട്രൺ, അതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇന്ത്യയിൽ അങ്ങനെ അത്തരം പ്ലാറ്റ്ഫോമുകൾ ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഇന്ത്യയിൽ വന്നത്. അതിലൊന്ന് റിനോൺ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്, ക്രിയാൻ ഇപ്പം വരുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് അതിലും ചെയ്യുന്നുണ്ട്, പാറ്റേൺ ഓൺലി ഫാൻസിലും ചെയ്യുന്നുണ്ട്. അതൊരു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എല്ലാവർക്കും, കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള എല്ലാവർക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം ഞാൻ കുറച്ച് മുമ്പേ അതിൽ ജോയിൻ ചെയ്തു എന്നുള്ളത്. ഇപ്പം ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ത്യയിൽ തുടങ്ങിയത് വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത്. 2013 അതിന്റെ പബ്ലിക് ഓൺലി ഫാൻസ്. അത് കഴിഞ്ഞിട്ടൊരു 2014-15 സമയം മുതൽ അവർ ഓപ്പറേഷൻ ഓൺലൈൻ പ്ലാറ്റ്ഫോം മുതലാണ് ഇത്തരം കണ്ടന്റ് കൈൻഡ് ഓഫ് ഇറ്റ്സ് വർക്ക് ഇൻ ദ സെയിം സ്ട്രക്ചർ ഓഫ് എങ്ങനെയാണോ നമ്മളൊരു OTT പ്ലാറ്റ്ഫോമിൽ കണ്ടന്റ് കാണുന്നത്, ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടന്റ് വാച്ച് ചെയ്യുന്നു. ഇത്രയാണ് ഇതിന്റെ പ്രൊസീജിയർ. അപ്പൊ ഇതിൽ ആ കണ്ടന്റിന്റെ പ്രൊഡ്യൂസർ ആരാണോ, ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിന്റെ ഒരു എമൗണ്ട് ഓഫ് ഷെയർ അവർ ആ പ്രൊഡക്ഷൻ ചെയ്യുന്നവർക്ക് കൊടുക്കും. ഇതാണ് അവരുടെ എല്ലാം റവന്യൂ വർക്കിംഗ് സ്ട്രക്ചർ.